ഇന്ന് നമുക്ക് യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഒരു 6 കാർഡ് സ്പ്രെഡ് എടുത്ത് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ഇതാണ് ഈ സ്പ്രെഡ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പ് എനർജിയുടെ കാർഡാണ്. അപ്പൊ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പം നമ്മളെ സഹായിക്കാൻ നമ്മളുടെ ഈ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടമുണ്ടല്ലോ, നമ്മളുടെ ഒത്തിരി കഷ്ടപ്പാടുകൾക്കുള്ള ഒരു ഘട്ടത്തില് ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാൻ വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി അവിടുന്ന് നിങ്ങളെ സഹായിക്കാനായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും, നിങ്ങൾക്ക് സഹായം പ്രതീക്ഷിക്കാം എന്നാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ആ വ്യക്തി നിങ്ങൾക്ക് സഹായവുമായി വന്നു ചേരും എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നമ്മളെ അറിയിക്കുന്നത്. അപ്പം ആ വ്യക്തി ഒരു സഹായ ഹസ്തം കൊണ്ടാണ് വരുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് പാസ്റ്റിൽ നിന്നൊരു വ്യക്തി ഒന്നിൽ പിണങ്ങിപ്പോയതാവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തി വരുന്നതാവാം. ആ വ്യക്തി വന്ന് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ കപ്പ് തരുന്ന ഒരു എനർജിയാണ് 6 ഓഫ് കപ്പിന്റെ എനർജി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു എനർജിയിലാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ബന്ധം വരുന്നു എന്നാണ് യൂണിവേഴ്സ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഇപ്പം ഒരു വ്യക്തി വന്ന് മറ്റൊരു വ്യക്തിക്ക് സ്നേഹത്തിന്റെ കപ്പ് കൊടുക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാർഡ് 3 ഓഫ് കപ്പ് ആണ്. അപ്പം 3 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ജോലിക്കോ ഒരു യാത്രയുടെയോ ഒക്കെ ഒരു കാർഡായിട്ട് പറയാം. ജോലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ദൂരത്ത് പോയവർ ആയിരിക്കാം, അപ്പൊ തിരിച്ച് നമ്മൾക്ക് അരികിലേക്ക് യാത്ര ചെയ്തു വരുന്ന ഒരു എനർജിയുള്ള കാർഡാണിത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു യാത്രയുടെ മധ്യത്തിലുള്ള ഒരു കാർഡാണ്. അപ്പോൾ അതൊരു യാത്രയുടെ കാർഡായിട്ടാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പം നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തിയാണെങ്കിൽ തിരിച്ച് എത്തുന്നുണ്ട്, ദൂരത്ത് ജോലിക്ക് പോയ വ്യക്തിയാണെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നാണ് ഈ 3 ഓഫ് വാൺസിന്റെ എനർജിയോട് പറയുന്നത്. അപ്പം നാലാമത്തെ കാർഡ് 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. 6 ഓഫ് സോർഡ്സിന്റെ എനർജി പറയുന്നത് കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഈ ബന്ധം കടന്നു പോകുന്നത്. ചിലവർക്ക് ബന്ധങ്ങൾക്കിടയിൽ ഭയങ്കര കലുഷിതമായ സാഹചര്യത്തിലൂടെ ആയിരിക്കാം പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ റീഡിംഗ് കാണുന്ന വ്യക്തിയെ കൊണ്ട് എവിടെയെങ്കിലും പോകണം, സ്വസ്ഥമായി ജീവിക്കണം എന്നൊരു എനർജിയാണ് ഈ കാർഡിലൂടെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അത് വല്ലാത്തൊരു മടുപ്പാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളും ഈ സ്ഥലങ്ങളും വിട്ട് പുതിയൊരിടത്തേക്ക് താമസം മാറണം എന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളത്. അപ്പം ഈ സോഴ്സ് എനർജി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള കാർഡാണ്. അപ്പം ഈ വ്യക്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടം വിട്ടു പോകണം, ഇവിടം വിട്ടു പോകണം, ഇവിടം വിട്ടു പോകണം. ആ എനർജിയാണ് യൂണിവേഴ്സ് നമ്മളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ വ്യക്തി ഈ നിങ്ങളെയും കൊണ്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആണ്. അപ്പൊ അടുത്ത കാർഡ് 7 സ്ട്രെങ്ത് എന്ന കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടെ സ്ട്രെങ്ത് വേണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മാനസികമായിട്ട് ആ സ്ട്രെങ്ത്തിൽ എത്തിയിട്ടില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് മെന്റൽ സ്ട്രെങ്ത് വരാനുണ്ട്. ആ സ്ട്രെങ്ത് വന്ന ശേഷം മാത്രമേ നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് എടുത്തു ചാടിയിട്ടേ പ്രയോജനമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആ ഓപ്പോസിറ്റ് വരുന്ന വ്യക്തിയെ സഹിക്കാനോ ഒന്നുമുള്ള ഒരു മാനസിക ശക്തി നിങ്ങൾക്ക് പോരാ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാനസിക ശക്തി വന്നതിന് ശേഷമേ ആ വ്യക്തിയോ ആ സാഹചര്യമോ നിങ്ങളിലേക്ക് വന്നെടുക്കൂ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഈ കാർഡിലൂടെ കാണിച്ചു തരുന്നത്. ഇതൊരു മേജർ ആർക്കാനയിലെ കാർഡ് ആയതുകൊണ്ട് ഇത് യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത ഒരു സെപ്പറേഷനുമാണ്. അപ്പം ആ സെപ്പറേറ്റ് ആയ സമയത്ത് രണ്ടുപേരുടെയും വാല്യൂ മനസ്സിലാവാനുള്ള ഒരു സമയമാണ്. അപ്പം നിങ്ങളിലേക്ക് വന്നെടുക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും സ്ട്രെങ്ത് പ്രാപിക്കണം എന്നാണ് ഈ കാർഡിലൂടെ പറയുന്നത്. അടുത്തത് 7 ഓഫ് സോർഡ്സ് ആണ്. 7 ഓഫ് സോർഡ്സ് ഒരു ചതിയുടെ കാർഡാണ്. നമ്മളെ ചതിച്ചിട്ട് പോയ ആരോ ചതിച്ചിട്ട് പോയ ഒരു എനർജിയാണ് യൂണിവേഴ്സ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളെ ആരോ എന്തോ പറഞ്ഞ് മയക്കി നമ്മളെ ചതിച്ചു, അവര് പോയി. അപ്പം ഇപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാവാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആത്മബന്ധമാവും ഒരാൾ ചതിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് സോർഡ്സിന്റെ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വ്യക്തി ചതിച്ചിട്ട് ദൂരേക്ക് കടന്നു കളഞ്ഞ ഒരു എനർജിയാണ് യൂണിവേഴ്സ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വ്യക്തി ദൂരേക്ക് മറഞ്ഞുപോയി,
ഇനിയും നമ്മളിൽ നിന്ന് അകന്നു പോയവരെ ഒന്നും നമ്മൾ ചേസ് ചെയ്യാനോ നമ്മൾ ബുദ്ധിമുട്ടിക്കാനോ പോകരുത്. അപ്പോൾ ആ കർമ്മിക് കണക്ഷൻ അതോടുകൂടി കട്ടാവണം. ഇനി നമ്മൾ പുറകിന് പോയി ആ വ്യക്തിയെ ചേസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുതെന്നാണ് യൂണിവേഴ്സ് ഈ റീഡിങ്ങിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നമുക്ക് ചേരുന്ന വ്യക്തിയല്ല, അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. അതെന്നെ ചതിച്ചവർ പിന്നീട് തിരിച്ചു വരുമ്പോൾ നമ്മൾ രണ്ടാമതൊന്നും പുനർവിചിന്തനം ചെയ്യണം, ഈ വ്യക്തിയെ നമ്മളുടെ ലൈഫിലോട്ട് വരാൻ സമ്മതിക്കണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് ഈ എനർജി, ഈ 7 of Swordsന്റെ എനർജി ഒട്ടും നല്ലതല്ല. ആ വ്യക്തി പോയെങ്കിൽ പോയിക്കോട്ടെ, ആ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യണ്ട എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഇന്ന് ഓൾ ഓവർ നല്ലൊരു സ്പ്രെഡ് ആണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു.